ആ ലോകം അങ്ങനെയുള്ള ചെറുത് കാര്യം പറയേണ്ടത് ആണ് എന്നും പറയേണ്ടതല്ല എന്നും എനിക്ക് തന്നെ തോന്നുന്നു. പക്ഷെ പറയേണ്ടത് പറയാതെ ഇരിക്കാനും ഒക്കുകയില്ല. കാരണം മലയാളത്തിലെ പഴയ പലതും പഴമൊഴികളുണ്ട്. അതിൽ കൂടി ഒന്ന് ഞാൻ പറയാം. ആ പഴമൊഴികളെന്നാണ് പഴയക്കാരിക്ക് പന്തളക്ക് പോയപ്പോൾ ചൂട്ടി നിർത്തി. അപ്പൊ ഈ പഴയക്കാരിക്ക് പന്തളത്തിൽ ആ കൂടി ചൂട്ടുകൊണ്ട് സ്വന്തം കണ്ടതുപോലെയാണ് എനിക്ക് ഒരിടത്തും ജീവിച്ചുകൂടാ എന്നുള്ള അവസ്ഥയിലാണ് ഇന്നത്തെ എന്റെ ഒരു സ്ഥിതിവിശേഷം. അപ്പൊ ഈ സ്ഥിതിവിശേഷം എന്തിനുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ പറയാം. ഇന്നലെ ഞാൻ നെറ്റ് കൂടി കാണുകയും കേൾക്കുകയും ഒക്കെ ഉണ്ടായി. ഇവിടുത്തെ ഇന്ത്യൻ ഭരണക്കാരൻ വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്ന മന്ത്രി എന്നെ പറ്റി എന്തോ ഒക്കെ ആക്രോശിക്കുന്നതും അസഹസിക്കുന്നതും ഒക്കെ ഞാൻ കേൾക്കുകയും അറിയുകയുണ്ടായി. എന്താ ഞാൻ ആരുടെയോ വാലിനൊപ്പമാണ് എന്നും നമ്മുടെ തലയ്ക്കുമുകളിൽ ആരോ ഉണ്ട് എന്നും എന്നൊക്കെ പറയുന്ന വാക്കുകളും എനിക്ക് അതിൽ നിന്ന് കാണാനും കേൾക്കാനും കഴിഞ്ഞു. ഞാൻ ആരുടെയും വാലിന് ചെയ്യുമല്ല, ഈ ഉള്ള ആരുടെയും തലയ്ക്ക് മേളിലും നമ്മുടെ തലയ്ക്കുമേളിൽ ആരും ഉണ്ട് എന്ന ഒരു കാഴ്ചപ്പാടും നമുക്കില്ല. നമ്മളൊരു ചെറിയ മനുഷ്യൻ പട്ടിണി കിടന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ വളരെ വേദനിച്ച് കരൾ നീറി കണ്ണീർ ഒഴുകി ദിവസം വിളച്ച് ജീവിച്ച് മരിക്കും കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഉള്ളവൻ. എന്നിരുന്നാലും ഒരു കാര്യം ഈ ഉള്ളവൻ അറിയാം. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഈ ജനകീയ രാജ്യമാണെന്നല്ല. അപ്പൊ